റജബ് മാസമായി കഴിഞ്ഞാൽ പൊതുവേ നമ്മളൊക്കെ കേൾക്കാറുള്ള ഉസ്താദന്മാരൊക്കെ പൊതുവെ ഉദ്ധരിക്കാറുള്ളൊരു ഹദീസാണ് റജബുൻ ഷഹറുല്ലാഹ് ഷഅബാനു ഷഹരി റമളാനു ഷഹരി ഉമ്മത്തി എന്ന ഹദീസ്. ഈ ഹദീസ് അങ്ങനെ ഹദീസ് ഉണ്ടോ? റജബുൻ ഷഹറുല്ലാഹ് ഷഅബാനു ഷഹരി റമളാനു ഷഹറു ഉമ്മത്തി എന്ന് പറഞ്ഞ ഹദീസ് വാസ്തവത്തിൽ അത് സ്ഥിരപ്പെടാത്ത ഹദീസാണ്. അത് മൗദൂ ആണ് എന്ന പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. മൗദൂ ആയ ഹദീസാവുമ്പോൾ അത് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, മുത്തനബി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ പ്രസംഗങ്ങളിലോ വഅദുകളിലോ അത് പറയുന്നത് അത് ഹറാമാണ്. അത് തഖ്വക്ക് എതിരാണ്, സൂക്ഷ്മതയ്ക്ക് എതിരാണ്. അങ്ങനെ പ്രസംഗിക്കുന്നത് നല്ലതല്ല. കാരണം അധിക ആളുകളും പ്രസംഗകർ ഖതീബുമാരും മറ്റും ഈ ഹദീസ് റജബ് മാസമായാൽ ഈ ഹദീസ് ഉദ്ധരിക്കുന്നതായി കാണാം. റജബുൻ ഷഹറുല്ലാഹ് റജബുൻ ഷഹറു ഉമ്മത്തി എന്നും വന്നിട്ടുണ്ട്. പിന്നെ റമളാനു ഷഹറുല്ലാ എന്നും ഹദീസ് വന്നിട്ടുണ്ട്. ഷഅബാനു ഷഹരി, എന്തേക്കും ഷഅബാനു ഷഹരി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതൊക്കെ ഈ ഹദീസൊക്കെ ഈ വാക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചൊക്കെ വന്നിട്ടുണ്ട്. റജബുൻ ഷഹറുല്ലൻ്റെ അവിടെ റമളാനു ഷഹറുല്ല, റജബുൻ ഷഹറു ഉമ്മത്തി, പിന്നെ റമളാനു ഷഹറു ഉമ്മത്തി, ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് ഈ ഹദീസ്. അപ്പോൾ ഈ ഹദീസ്, ഈ ഒറ്റവാക്കിൽ വരുന്ന ഈ തർത്തീബിലുള്ള ഹദീസ് റജബുൻ ഷഹറുല്ല, ഷഅബാനു ഷഹരി, റമളാനു ഷഹറു ഉമ്മത്തി എന്ന് പറഞ്ഞ ഹദീസ് അത് മൗദൂ ആണ് എന്ന ഹദീസിനെ പറ്റി മുഹദ്ദിസീങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. മൗദൂ ആയ ഹദീസ് ഉദ്ധരിക്കൽ ഹറാമ. ഇമാം സുയൂത്തി തഹദീറുൽ ഖവാസ് മിൻ അകാദീബിൽ ഖുസ്സാസ് എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ 911 സുയൂത്തി വഫാത്തായത്. അതിൻ്റെ 74-ാമത്തെ പേജിൽ സുയൂത്തിമാൻ പറയുന്നുണ്ട്, വഖദ് അത്ബക അലാ ദാലിക ഉലമാ ഉൽ ഹദീസി ഫജസമു ബി അന്നഹു ലാ തഹില്ലു റിവായത്തുൽ മൗദൂഇ ഫി അയ്യി മഅനൻ കാന ഇല്ലാ മഖ്റൂനൻ ബി ബയാനി വദ്ഇഹി. മൗദൂആയ ഹദീസ് ഒരു വിഷയത്തിനും ഉദ്ധരിക്കാൻ പാടില്ല. അത് മൗദൂ ആണ് എന്ന് ബയാൻ ചെയ്തിട്ട് മാത്രമേ ഉദ്ധരിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഉദ്ധരിക്കൽ ഹറാമാണ്. ബി ഖിലാഫിൽ ദഈഫ് ഫഇന്നഹു തജൂസു റിവായത്തു, ദഈഫിനെ ഉദ്ധരിക്കാൻ പറ്റും. അത് നമ്മൾ നേരത്തെ വിശദീകരിച്ചതാണല്ലോ. അതുപോലെ സുയൂത്തി ഇമാം ആ കിതാബിൽ പറയുന്നു, തഹദീറുൽ ഖവാസ് എന്ന് പറഞ്ഞ കിതാബിൽ പറയുന്നുണ്ട്, ഖാല ഹാഫിദുൽ അസ്ർ ഖാദിൽ ഖുദാത്ത് ശിഹാബുദ്ദീൻ അബുൽ ഫളൽ ഇബ്നു ഹജർ അൽ അസ്കലാനി ഫി ശർഹിൻ നുഖ്ബ ഇത്തഫഖൂ അലാ തഹരീം റിവായത്തുൽ മൗദൂഇ. മൗദൂ ആയ ഹദീസിൻ്റെ റിവായത്ത് ചെയ്യൽ ഹറാമാണ് എന്നുള്ളതിൽ ഇജ്മാ ഉണ്ട്, ഇത്തിഫാഖുണ്ട്. ഇല്ലാ മഖ്റൂനൻ ബി ബയാനിഹി, മൗദൂ ആണ് എന്ന് പറഞ്ഞിട്ട് പറയാം ഇത് ഒരു മൗദൂ ആയ ഹദീസാണ്, വ്യാജ ഹദീസാണ് എന്ന് പറഞ്ഞിട്ട് പറയാം. എന്തിന്? ഇത് നിങ്ങൾ വ്യാജമായി മനസ്സിലാക്കണം, ഇത് റസൂലുള്ളാഹി പറഞ്ഞതായിട്ട് പറയരുത് എന്ന് അറിയിക്കാൻ വേണ്ടി. ലി ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഹദ്ദസ അന്നി ബി ഹദീസിൻ യറാ അന്നഹു കദിബുൻ ഫഹുവ അഹദുൽ കാദിബീൻ. ഒരു ഹദീസ് കദിബാണ് എന്നവർ ധാരണ ഉണ്ട്, സാധ്യത ഉണ്ടെങ്കിൽ, അവൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അത് പിന്നെ ഉദ്ധരിച്ചാൽ അവൻ എൻ്റെ പേരിൽ കളവ് പറഞ്ഞവരിൽപ്പെട്ട ഒരാളാണ് എന്ന് ഹദീസ് ഉണ്ടായതുകൊണ്ട് അവൻ പറയാൻ പാടില്ല. വഖാല ഫീ നുകത്തിഹി അല ഇബ്നു സ്വലാഹ്, മുഖദ്ദിമത്ത് ഇബ്നു സ്വലാഹിൻ്റെ നുക്കത്തിൽ അസ്കലാനി തങ്ങൾ പറഞ്ഞു, കഫാ ബി ഹാദിൽ ജുംല വഈദൻ ഷദീദൻ, മുത്തനബി പറഞ്ഞ വാക്ക് ഭയങ്കര ഭീഷണിയാണ്. ഫി ഹക്കിമൻ റവൽ ഹദീസ വഹുവ യളുന്നു അന്നഹു കദിബുൻ, ഒരു ഹദീസ് കദിബാണ് എന്നൊരു ലന്ന് അവനുണ്ട്. ഇപ്പോൾ മൗദൂആന്ന് കുറേ ആളുകൾ പറഞ്ഞാൽ നമുക്ക് ഒരു 90% അത് ശരിയായിരിക്കാം, മൗദൂ തന്നെ ആയിരിക്കാം എന്നുള്ള ധാരണ വന്നു. ഫളൻ അൻ യതഹഖഖ ദാലിക, ചിലത് തഹഖുഖാവും മൗദൂ ആണ്. അപ്പോൾ ലന്ന് വന്നാൽ തന്നെ ആ ഹദീസ് ഉദ്ധരിക്കുന്നവന് ഭയങ്കര ഭീഷണിയാണിത്. വലാ യുബീനുഹു, മൗദൂ ആണ് എന്ന് പറയാതെ ഉദ്ധരിക്കുന്നത് ഭീഷണിയാണ്. ലി അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജഅലൽ മുഹദ്ദിസ ബിദാലിക മുശാരിക്കൻ ലി കാദിബിഹി ഫീ വദ്ഇഹി, മുത്തനബിൻ്റെ പേരിൽ അത് കെട്ടിച്ചമച്ച് ഉണ്ടാക്കിയ ആ വ്യാജൻ്റെ പ്രവൃത്തിയിൽ അത് ഉദ്ധരിക്കുന്ന വ്യക്തിയും കൂറുകാരനായവനാണ് എന്നാണല്ലോ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്ന് അസ്കലാനി തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഹറാമാണ്. ഹറാം എന്ന് പറഞ്ഞാൽ അത് ചെറിയ ഹറാമല്ല, ഈമാൻ തെറ്റി മൗത്താകാൻ വരെ കാരണമാകുന്ന അത്രയും വലിയ ഹറാമാണ് മുത്തനബിൻ്റെ മേലൊരു കളവ് പറയാന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഹദീസ് ഉദ്ധരിക്കുമ്പോൾ
പ്രസംഗകരും വാഇലീങ്ങളും ഉസ്താദുമാരൊക്കെ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ അതിന് ചില അദബുകൾ ഇമാം നവവിയും മറ്റു മുഹദ്ദിസീങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സ്വഹീഹായ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ കാല റസൂലുള്ളാഹി എന്ന് പറയാം. സ്വഹീഹോ ഹസനോ ആയ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ കാല റസൂലുള്ളാഹി എന്ന് പറയാം. എല്ലാ ഹദീസ് ഉദ്ധരിച്ചിട്ട് കാല റസൂലുള്ളാഹി എന്ന് പറയാൻ പാടില്ല. ഇപ്പോൾ ലഈഫായ ഹദീസ് ഉദ്ധരിക്കാൻ പറ്റും, വഅദ് പറയാനും പ്രസംഗിക്കാനും ഉപദേശിക്കാനൊക്കെ ലഈഫായ ഹദീസ് ഉദ്ധരിക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഉദ്ധരിക്കുമ്പോൾ കാല റസൂലുള്ളാഹി എന്ന് പറയൽ അദബ് കേടാണ് എന്നാ. ഉദ്ധരിക്കുമ്പോൾ ചില ഹദീസിൽ വന്നിട്ടുണ്ട് വറദ ജാ, ചില ഹദീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മുത്തനബി പറഞ്ഞതായി റിപ്പോർട്ടുണ്ട്, അങ്ങനെ പറയാവൂ എന്ന് ഇമാം നവവി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മൗലൂ ആയ ഹദീസ് ഉദ്ധരിക്കൽ മുത്തനബി പറഞ്ഞു എന്നുള്ള രൂപത്തിൽ ഉദ്ധരിക്കുന്നത് അത് വൻ കുറ്റാണ്, ഹറാമാണ്. ഇനി അത് മൗലൂ അല്ലാതിരിക്കാനും സാധ്യത ഉണ്ടല്ലോ. ചില വലിയ ആലിമീങ്ങളൊക്കെ ചില കിതാബുകൾ പറഞ്ഞതുകൊണ്ട് അത് മൗലൂ അല്ലാതിരിക്കാനും ചെറിയൊരു സാധ്യത ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ എന്തിനാണ് ഈ അപകടത്തിൽ പോയി പെടുന്നത്? അത് വറയിനും ഇഹ്തിയാത്തിനും എതിരല്ലേ. നമുക്ക് ഈ ഹദീസ് ഉദ്ധരിച്ചില്ലെങ്കിൽ എന്താ ഒരു കുഴപ്പമില്ലല്ലോ. വേറെ എത്രയോ ഹദീസ് ഉദ്ധരിക്കാനില്ലേ? റജബിൻ്റെയും ഷഅബാനിൻ്റെയും ഒക്കെ മഹത്വം പറയാൻ എത്രയോ ആലിമീങ്ങൾക്ക് പറയാനില്ലേ? എന്തിനാണ് നമുക്ക് ഈ മൗലൂ ആണ് എന്ന് പറയപ്പെടുന്ന ഹദീസ് ഉദ്ധരിച്ചിട്ട് വലിയ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വലിയ ഭീഷണി വന്ന ആ വൻകുറ്റത്തിൽ പെടാനുള്ള സാധ്യത മുന്നിൽ കണ്ടിട്ട് എന്തിനാണ് നാം അത് ചെയ്യുന്നത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഈ ഹദീസ് മൗലൂ ആണ് എന്ന് പറഞ്ഞ ഇമാമിയങ്ങൾ ആരാണ്? അതെ, ഈ ഹദീസ് മൗലൂ ആണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ തബീനുൽ അജബ് ബിമാ വറദ ഫീ ഫളിൽ റജബ് മാസത്തെ പറ്റി വന്ന എല്ലാ ഹദീസും അതിനെക്കുറിച്ചുള്ള വിധി പറഞ്ഞ ഒരു ഗ്രന്ഥമാണല്ലോ അസ്കലാനി തങ്ങൾ എഴുതിയ തബീനുൽ അജബ്. അതിൽ പറഞ്ഞു വറദ ഫീ ഫളിൽ റജബിൻ മിനൽ അഹാദീസുൽ ബാത്തിലത്തി അഹാദീസു, ബാത്തിലായ ഹദീസിൽ നിന്ന് കുറേ ഹദീസുകൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരുദ്ധരിക്കുന്നു. ലാ ബഅസ ബി തംബീഹി അലൈഹ ലി അല്ലാ യുഗ്തറ ബിഹ ഫമിൻഹ, ആ ഹദീസിൽ പെട്ടതാണ് ഹദീസ് റജബുൻ ഷഹറുല്ലാ വ ഷഅബാനു ഷഹരി വ റമളാനു ഷഹറു ഉമ്മത്തി റവാഹു അബൂബക്കറിൻ നക്കാഷ് അൽ മുഫസ്സിറായ അബൂബക്കറുൻ നക്കാഷ് ഉദ്ധരിച്ച ഹദീസാണ് റജബു ഷഹറുല്ലാ ഷഅബാനു ഷഹരി റമളാനു ഷഹറു ഉമ്മത്തി എന്ന് പറഞ്ഞ ഹദീസ്. ആ ഹദീസ് മൗലൂ ആണ് എന്ന് അസ്കലാനി തങ്ങൾ പറയുന്നു. അതിങ്ങനെ വിശദീകരിച്ച് കുറച്ച് അപ്പുറത്ത് പറയുന്നുണ്ട് ലം നസ്മഅഹു ഇല്ലാ മിൻ ദിവായത്തി അബീ ബക്കറിൻ നക്കാഷ്. ആ ഹദീസിനെ ന്യായീകരിച്ച് നിരൂപണം കുറേയൊക്കെ തിരക്കേടില്ലാതെ നിരൂപണം നടത്തിയ ആളാണ് ഇബ്നു നാസിർ. ആ ഇബ്നു നാസിറിൻ്റെ വാക്ക് ഉദ്ധരിച്ചിട്ട് അസ്കലാനി തങ്ങൾ അതിനെപ്പറ്റി പറഞ്ഞത് ഹാദൽ കലാമു ലാ യലീഖു ബി അഹ്ലി നഖ്ദി, നിരൂപണം നടത്തുന്നവരോട് ഒരിക്കലും യോജിച്ച സംസാരമല്ല ഇത്. കൈഫ യറൂജു മിസ്ലു ഹാദൽ ബാത്തുൽ അല ഇബ്നു നാസിർ, ഇബ്നു നാസിറിന് എങ്ങനെയാണ് ഈ ബാത്തുലായ സംഗതി, ഈ മിഥ്യയായ സംഗതി അദ്ദേഹത്തിന് എങ്ങനെയാണ് പറയാൻ തോന്നിയത്? മാ തഹഖീഖിഹി ബി അന്നൻ നക്കാഷ വല്ലാഹുൻ ദജ്ജാലുൻ, നക്കാഷ് വല്ലാതെ മൗലൂആയ ഹദീസ് നിർമ്മിച്ച ആളും ദജ്ജാലുമാണ്. അങ്ങനത്തെ ആളുടെ ഹദീസ് എങ്ങനെ ഉദ്ധരിക്കുന്നു എന്ന് അസ്കലാനി ഇമാം ചോദിക്കുന്നുണ്ട്. അതുപോലെ അൽ മൻഹലുൽ അദബിൽ മൗറൂദ് ഷർഹ് സുനന് അബൂദാവൂദിൻ്റെ ഒരു ഷർഹാണല്ലോ മെഹമൂദ് ഖത്താബ് അൽ അസുബ്കി. ഹിജ്റ 1274 അദ്ദേഹം ജനിച്ചത്, 1352 അദ്ദേഹം വഫാത്തായത്. ആ കിതാബിലും പറയുന്നുണ്ട് റജബിനെ കുറിച്ച് വന്ന ഹദീസുകൾ ധാരാളമുണ്ട്. മിന്ന മാഹുവ ബാത്തുലുൻ വ മിന്ന മാഹുവ ലഈഫുൻ, ലഈഫായ ഹദീസുണ്ട് ബാത്തുലായ ഹദീസുണ്ട്. ആ രണ്ട് ഹദീസും ഉദ്ധരിച്ചിട്ട് അവസാനം ഫമിനൽ ബാത്തുലി എന്ന് പറഞ്ഞിട്ട് പറയുന്നു മിന്ന മാ റവാഹു ഇബ്നു നാസിർ ഫി അമാലിഹി അൻ അബി സഈദിനുൽ ഖുദരി എന്ന് പറഞ്ഞിട്ട് ഇന്ന ഇദ്ദത്ത ഷുഹൂരി ഇൻദല്ലാഹി 12 ഷഹ്റൻ ഫി കിതാബില്ലാഹ് വ ഇന്ന റജബൻ ഷഹറുല്ലാഹി വ ഷഅബാനു ഷഹരി വ റമളാനു ഷഹറു ഉമ്മത്തി വ മിൻഹ അൻ അനസിൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജബുൻ ഷഹറുല്ലാഹി വ ഷഅബാനു ഷഹരി വ റമളാനു ഷഹറു ഉമ്മത്തി. 2-3 റിപ്പോർട്ടിൽ ഈ ഒരു വാക്ക് വന്നിട്ടുണ്ട്. ആ 3 റിപ്പോർട്ടും മൗലൂ ആണ് എന്ന് അസ്കലാനി തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. കുറഞ്ഞ ഏറ്റവ്യത്യാസങ്ങളോട് കൂടെ പല ഹദീസും വന്നിട്ടുണ്ട്. എല്ലാ ഹദീസിലും ആ 3 ഹദീസിലും 3 റൂട്ടിലും റജബുൻ ഷഹറുല്ലാ ഷഅബാനു ഷഹരി റമളാനു ഷഹറു ഉമ്മത്തി എന്നുണ്ട്. പക്ഷേ അത് 3 മൗലൂ ആണ് എന്ന് അസ്കലാനി ഇമാം വിശദീകരിച്ചിട്ടുമുണ്ട്. ഫൈദുൽ ഖദീറിൽ പറഞ്ഞു
ഈ ഹദീസ് ഉദ്ധരിക്കുന്നിടത്ത് ജാമിഉ സ്വഗീറിൽ ഇമാം സുയൂത്തി ഹദീസ് ഉദ്ധരിച്ചപ്പോൾ ഖാലൽ ഹാഫിദു സൈനുൽ ഇറാഖി ഫി ഷർഹി തുർമുദി, തുർമുദിൻ്റെ ഷർഹിൽ സൈനുൽ ഇറാഖി പറഞ്ഞ് ഹദീസുൻ ലഈഫുൻ ജിദ്ദൻ, ഇത് ജിദ്ദൻ ലഈഫ, വളരെ ലഈഫ, ഷദീദുൽ ലഈഫാണ്. ഷദീദുൽ ലഈഫ് മൗദൂഇനെ പോലെ ഉദ്ധരിക്കാൻ പാടില്ലാത്ത ഹദീസാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. വഹുവ മിൻ മുർസലാത്തി അൽ ഹസനി, ഹസനുൽ ബസരിയുടെ മുർസലാത്തിൽപ്പെട്ടതാണ് ഈ ഹദീസ്. റുവീനാഹു ഫി കിതാബി തർഗീബി വ തർഹീബി ലിൽ അസ്ഫഹാനി വ മുർസലാത്തുൽ ഹസനി ലാ ഷൈഅ ഇൻദ അഹ്ലിൽ ഹദീസ്. ഹസനുൽ ബസരിയുടെ മുർസലാത്ത് ലാ ഷൈഅ ആണ്, അതിനൊരു ഒരു സാധനമായിട്ട് തന്നെ കൂട്ടാൻ പറ്റൂല, അത്രയും അംഗീകരിക്കപ്പെടാത്ത, പരിഗണിക്കപ്പെടാൻ പറ്റാത്ത ഹദീസുകളാണ് എന്നാണ് മുഹദ്ദിസീങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ അല്ലാമ അമീർ സൻആനി അത്തൻവീർ ഷർഹുൽ ജാമിഉ സ്വഗീറിൽ പറഞ്ഞു ഹദീസുൻ ലഈഫുൻ ജിദ്ദൻ വഹുവ മിൻ മുർസലാത്തിൽ ഹസൻ വ മുർസലാത്തുൽ ഹസൻ ലാ ഷൈഅ ഇൻദ അഹ്ലിൽ ഹദീസ്, അവരും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മുനാവി റഹിമുല്ല തന്നെ ജാമിഉ സ്വഗീറിൻ്റെ രണ്ടാം ഷർഹായ, ചെറിയ ഷർഹായ തൈസീറിൽ പറഞ്ഞു, ആ തൈസീർ ബി ഷർഹിൽ ജാമിഉ സ്വഗീർ 269 പേജിൽ ഈ ഹദീസിനെ സംബന്ധിച്ച് റവാഹു അൽ ഇസ്ഫഹാനിയു ഫി തർഗീബിഹി വഹുവ ഷദീദുൽ ലഈഫ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞത് ലഈഫുൻ ജിദ്ദെന്ന് ഫൈദുൽ ഖദീറിൽ പറഞ്ഞതുകൊണ്ട് അവരുദ്ദേശിക്കുന്നത് ഷദീദുൽ ലഈഫ് എന്ന് തന്നെ. ഷദീദുൽ ലഈഫ് പറ്റൂല എന്ന് ഫുതുഹാത്തുർ റബ്ബാനിയയിൽ നബി ഇമാം ആലം യകുൻ മൗദൂ എന്ന് പറഞ്ഞിടത്ത് അതേ സ്ഥാനത്ത് തന്നെയാണ് ഷദീദുൽ ലഈഫ് എന്ന് ഫുതുഹാത്തുർ റബ്ബാനിയിലും ഉണ്ട്, അതുപോലെ പല കിതാബിലും ഉണ്ട്. ഫതുഹുൽ മുബീനിൽ ഈ വിഷയം പറഞ്ഞപ്പോൾ ഹസനുൽ മദാബിയും പറഞ്ഞു, അതുപോലെ തന്നെയാണ് ഷദീദുൽ ലഈഫായ ഹദീസിലും ഇത് ഷദീദുൽ ലഈഫായ ഹദീസും മൗദൂഇൻ്റെ അതേ ഹുക്കുമാണ്, ഉദ്ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ. അത്തർഗീബ് വ തർഹീബ് എന്ന് പറഞ്ഞത് ഇസ്മായിൽ മുഹമ്മദ് അൽ ഇസ്ഫഹാനി ഖിവാമുസുന്ന എന്ന് പറഞ്ഞ പണ്ഡിതൻ്റെതാണ്. 535 അവർ വഫാത്തായത്. അതിൽ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഹസനുൽ ബസരിയിൽ നിന്ന് മുർസലായിട്ട് അവർ അനിൽ ഹസനി കാല റസൂലുള്ളാഹി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഹസനുൽ ബസരിയിൽ നിന്ന് മുർസലായിട്ട് ഉദ്ധരിച്ച ഹദീസാണ്, അതാണ് ലാ ഷൈഇ എന്ന് പറഞ്ഞത്. കശ്ഫുൽ ഖഫ, ഇജ്ലൂനിയുടെ കശ്ഫുൽ ഖഫയിൽ 1423 പേജിൽ പറഞ്ഞു അൻ അനസിൻ മർഫുഅൻ ലാക്കിൻ റജബുൻ ഷഹറുല്ലാ ഷഅബാനു ഷഹരി റമളാനു ഷഹറു ഉമ്മത്തി റവാഹു ദൈലമിയു വഗൈറു, ദൈലമിയും അല്ലാത്തവരും ഉദ്ധരിച്ചിട്ടുണ്ട്. അൻ അനസിൻ മർഫുഅൻ ലാക്കിൻ ദക്കറഹു ഇബ്നുൽ ജൗസി ഫിൽ മൗദൂആത്തി, ഇബ്നുൽ ജൗസി മൗദൂആത്തിൽ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ് തുർക്കിൻ അദീദ, പല ത്വരീഖിലൂടെയും ഉദ്ധരിച്ചിട്ടുണ്ട്, മൗദൂആത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇബ്നുൽ ജൗസി മാത്രം മൗദൂആക്കിയതാണെങ്കിൽ നമുക്കത് പരിഗണിക്കേണ്ടതില്ലായിരുന്നു. ഇബ്നുൽ ജൗസി മാത്രമല്ല, ഇതിന് ഇമാം സുയൂത്തിയും ഒക്കെ മൗദൂആന്ന് പറഞ്ഞതിൽ പെട്ടതാണ്. വഖദൽ ഹാഫിദ് ഇബ്നു ഹജർ ഫി കിതാബി തബീനുൽ അജബ് ഫീമാ വറദ ഫി റജബ്, തബീനുൽ അജബിലും മൗദൂആന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഷൗക്കാനി അൽ ഫവായിദുൽ മജ്മൂഇൽ 1250 ഷൗക്കാനി മരണപ്പെട്ടത്. ഷൗക്കാനി അൽ ഫവായിദുൽ മജ്മൂഅ മൗദൂഅ ഹദീസ് ഉദ്ധരിക്കുന്ന ഫവായിദ് മജ്മൂഇൽ 47 പേജിൽ ഹദീസ് ഉദ്ധരിച്ച് പറഞ്ഞു ഹുവ മൗദൂഉൻ വ റിജാലുഹു മജ്ഹൂലുന. അതുപോലെ ഫവായിദ് മജ്മൂഇൽ വേറെ സ്ഥലത്തും ഹദീസ് ഉദ്ധരിച്ചിട്ട് പറയുന്നുണ്ട് ഷഹറു ഉമ്മത്തി ഫമൻ സ്വാമ മിൻ റജബിൻ യൗമൈനി ഫലഹു മിനൽ അജ്രിൽ ഇഫാനി എന്ന സുദീർഘമായ ഹദീസുണ്ട്. ഹദീസുൽ മൗദൂഉൻ, അസ്കലാനി ഹദീസിനെ പറ്റി മൗദൂഅ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഷൗക്കാനിയും പറഞ്ഞു. ഈ ഹദീസിന് 3 ത്വരീഖുകളുണ്ട് എന്ന് ഇമാം മുനാവി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ചില ആളുകളൊക്കെ എഴുതിയതായി കാണുന്നുണ്ട്. അതെ, റജബ് മാസത്തിന് നമ്മൾ ഈ പുണ്യമുണ്ട് എന്ന് പറഞ്ഞ് ചിലർക്കൊക്കെ പ്രസംഗിക്കാൻ വേണ്ടി ഒരു മാറ്റർ എഴുതി കൊടുത്ത ഒരു PDF നമ്മളെ വാട്സപ്പിലൊക്കെ വന്നൊരു PDF ഞാനും കണ്ടിട്ടുണ്ട്. അതിൽ ഈ ഫൈദുൽ ഖദീറിൽ റജബുൻ ഷഹറുല്ലാ ഷഅബാനു ഷഹരി റമദാനു ഷഹറു ഉമ്മത്തി എന്ന് പറഞ്ഞ ഹദീസ് നമ്മൾ മൗദൂഅന്ന് പറയുമ്പോൾ അത് മൗദൂഅ് ആകുക, അതിന് 3 ത്വരീഖുണ്ടെന്ന് ഫൈദുൽ ഖദീറിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് അതിന് മറുപടി പറയുന്നതായി കണ്ടു. ഫൈദുൽ ഖദീറിലുള്ളത് ഖറജഹു അദ്ദൈലമിയു ഫി മുസ്നദിൽ ഫിർദൗസി മിൻ തുറുഖിൻ സലാസിൻ, മുസ്നദുൽ ഫിർദൗസിൽ 3 ത്വരീഖിലൂടെ ഉദ്ധരിച്ചിട്ടുണ്ട്. വബ്നു നാസിർ വഗൈറുഹുമ മിൻ ഹദീസി അനസിൻ ബിൽ ലഫ്ദിൽ മസ്ബൂരി ബി ഐനിഹി, ഇതേ ലഫ്ദോടുകൂടെ ഉദ്ധരിച്ചിട്ടുണ്ട് എന്നാണ് ഫൈദുൽ ഖദീറിൽ പറഞ്ഞിട്ടുള്ളത്. ആ ഫൈദുൽ ഖദീറിൽ പറഞ്ഞതിനോട് താബി ആയിക്കൊണ്ട് പിന്നെ തൻവീറിലും ഉദ്ധരിച്ചിട്ടുണ്ട് മിൻ സലാസി തുർക്കിന്ന് മർഫുഅൻ മിൻ സലാസി തുർക്കിന്ന് അവിടെയും പറഞ്ഞിട്ടുണ്ട്. അതിന് മറുപടിയായി അഹ്മദ് ബിൻ മുഹമ്മദ് സിദ്ദീഖ്
അബുൽ ഫൈലുൽ ഖുമാരി അൽ ഹസനി അൽ അസരി, അദ്ദേഹം 1380 വഫാത്തായത്. അദ്ദേഹം മുനാവിയുടെ 2 ഷർഹുകൾക്കും നിരൂപണം നടത്തി ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്, അൽ മുദാവി. അദ്ദേഹം ഒരു ഹദീസ് പണ്ഡിതനാണ്. അൽ മുദാവി ലി ഇലലിൽ ജാമിഇ സ്വഗീരി വ ഷർഹയിൽ മുനാവി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിൽ പറഞ്ഞത്, ഈ പറഞ്ഞ പരാമർശത്തെ അദ്ദേഹം നല്ല വിശദമായി അപഗ്രഥിച്ചിട്ടുണ്ട്. ആ പറഞ്ഞ 3 ത്വരീഖ് എന്ന് പറഞ്ഞത് ശരിയല്ല, 3 ത്വരീഖ് ഇല്ല, അത് ഞാനും നോക്കിയിട്ടുണ്ട്. മുസ്നദുൽ ഇദ്ദേഹം പറഞ്ഞത് ആണ് അവലംബിച്ച് പറയല്ല ഞാൻ. ഇദ്ദേഹം പറഞ്ഞ ഈ അസ്ഹരി പറഞ്ഞ മുദാവി എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ പറഞ്ഞ ആ വിശദീകരണം മുസ്നദുൽ ഫിർദൗസിൽ 3 ത്വരീഖിലൂടെ ഉദ്ധരിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മുനാവി തങ്ങൾ പറഞ്ഞത്. വാസ്തവത്തിൽ റജബുൻ ഷഹറുല്ല എന്ന് പറഞ്ഞത് ഷഅബാനു ഷഹരി വ റമളാനു ഷഹറു ഉമ്മത്തി എന്ന് പറഞ്ഞ ഹദീസ്, അതാണ് മുസ്നദുൽ ഫിർദൗസിലുള്ള ഒരു ഹദീസ്. രണ്ടാമത്തെ ഹദീസ് റജബുൻ ഷഹറുല്ല എന്നുണ്ട്, അതിൻ്റെ ബാക്കിയുള്ളതില്ല. ബാക്കി വേറെ പറയുന്നത് ഷഅബാനു ഷഹരി, അതല്ല നമ്മളെ വാദെന്താ? റജബുൻ ഷഹറുല്ല, ഷഅബാനു ഷഹരി, റമളാനു ഷഹറു ഉമ്മത്തി. ആ ഹദീസ് വ്യാജാന്ന് നമ്മൾ പറയണത്. റജബുൻ ഷഹറുല്ല എന്ന് എവിടെ ഉണ്ടോ ആ ഹദീസൊക്കെ വ്യാജാന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ രണ്ടാമത്തെ ത്വരീഖായിട്ട് ഉദ്ധരിച്ച ഹദീസ് റജബുൻ ഷഹറുല്ല എന്നുള്ളതാണ്. മൂന്നാമത്തത് പറയുന്നത് റജബുൻ ഷഹറുല്ലാഹിൽ അസം എന്ന് പറഞ്ഞിട്ട് അതിൽ നോമ്പ് പിടിച്ചാലുള്ള വർക്കത്തും അതിൽ പിന്നെ അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന വിശദീകരിക്കുന്ന ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് ദൈലമി. ആ ഹദീസുമാണ്. അല്ലാതെ റജബുൻ ഷഹറുല്ല, ഷഅബാനു ഷഹരി, റമളാനു ഷഹറു ഉമ്മത്തി എന്ന് പറഞ്ഞ ഹദീസ് 3 ത്വരീഖിലൂടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് ഇവിടെ ജാമിഉ സ്വഗീറിൽ സുയൂത്തിമാർ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ അതിന് റിപ്പോർട്ട് ചെയ്ത് അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചാണ് മുദാവിയിൽ പറഞ്ഞത്. അത് നമ്മൾ കണ്ട് അനുഭവിച്ച മനസ്സിലാക്കിയ ഒരു സംഗതിയാണ്. അത് മുദാവി എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ അസ്ഹരി പറഞ്ഞത് ഈ വിഷയം വിശദീകരിച്ചിട്ട് പറഞ്ഞു, വാദി റിവായത്തു അല്ലത്തി ഹിയ യുദല്ലിസ് ബിഹ ഷാരിഉ. ഷാരിഉൽ മുനാവി തെദിലീസ് നടത്തിയത് 3 ത്വരീഖിലൂടെ വന്നു എന്ന് റജബുൻ ഷഹറുല്ല എന്നുള്ള ആ വാക്ക് മാത്രമാണ്. ആ വാക്ക് 3 ത്വരീഖിലൂടെ വന്നിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെയല്ലല്ലോ ഹദീസ് 3 ത്വരീഖിലൂടെ ഉണ്ടോ ഇല്ലേ എന്ന് തീരുമാനിക്കൽ. ബൽ യക്ദിബു വ യൂഹിമു അന്ന ദൈലമിയ ഖറജൽ ഹദീസ മിൻ സലാസത്തി തുറുക്കിൻ. ഹദീസിനെ 3 ത്വരീഖിലൂടെ റിപ്പോർട്ട് ചെയ്തു എന്ന് ദൈലമി പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നിപ്പിക്കുകയാണ്. വഹുവ കമാതറ മാ ഖറജഹു അസ്ലൻ വലാ മിൻ ത്വരീഖിൻ വാഹിദിൻ ബൽ ഖറജഹു മിൻ ഹദീസി ആയിഷത ബിലഫ്ലി ഷഅബാനു ഷഹരി വ റമളാനു ഷഹറുല്ല. ഷഅബാനു ഷഹരി റമളാനു ഷഹറുല്ല എന്ന് പറഞ്ഞൊരു ഹദീസ് ഉണ്ട്. അതും ഇതിൽപ്പെട്ടതല്ല. ഷഅബാൻ അതും ഉദ്ധരിച്ചിട്ടുണ്ട് ദൈലമി. അങ്ങനെ റിപ്പോർട്ടുണ്ട്. എന്നല്ലാതെ റജബുൻ ഷഹറുല്ല, ഷഅബാനു ഷഹരി, റമളാനു ഷഹറു ഉമ്മത്തി എന്നുള്ളത് 3 ത്വരീഖിലൂടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒറ്റ പ്രാവശ്യമേ, ഒരു ത്വരീഖിലൂടെ മാത്രമേ അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അതാണ് അതിനുള്ള മറുപടി. അപ്പോൾ അത് ഈഹാമാണ്, അല്ലെങ്കിൽ തവഹുമാണ്, രണ്ടാലൊന്നാണ്. മുനാവി ഒരു പക്ഷേ മുനാവി കളവ് പറഞ്ഞു എന്ന് നമ്മൾ പറയണില്ല. മുദാവിയിൽ അങ്ങനെ പ്രയോഗിക്കുന്നത്. അദ്ദേഹം ഒരു മുഹദ്ദിസ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഹദീസിലുള്ള ആ അമാനത്ത് ബോധം അദ്ദേഹത്തിന് അങ്ങനെ ഇബാറത്തിടുകയാണ്. മുനാവിയെക്കുറിച്ച് കളവ് എന്നൊക്കെ പറയാം, അങ്ങനെ പറയാൻ പാടില്ല, അതൊരു അദബ് കേടാണ്. പക്ഷേ ഒരു പക്ഷേ മുനാവി തങ്ങൾ ഹിഫ്ദിൽ നിന്ന് ഉദ്ധരിച്ചതാവാം. ഹിഫ്ദിൽ നിന്ന് ഉദ്ധരിച്ചപ്പോൾ തെറ്റിപ്പോയതായിരിക്കാം. അപ്പോൾ അത് തവഹുമാണെന്ന് പറയാം. ഇഹാമ് എന്നും പറയേണ്ടതില്ല. ഇഹാമിനെ മേലെ തല പറയാവൂ, കെദിബ് പറഞ്ഞു എന്നൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ആ പറഞ്ഞ പരാമർശം അംഗീകരിക്കാവുന്നതല്ല, അത്രേ പറയാനുള്ളൂ. ഇനി ഈ ഹദീസ് മൗദൂ അല്ല എന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ പിന്നെ എന്തായിരിക്കും അതിൻ്റെ വിവക്ഷ?